നട്ടെല്ലിലുണ്ടാവുന്ന തേയ്മാനം അഥവാ സ്പോണ്ടിലോസിസ്. ഈ വാക്ക് വളരെ പരിചിതമായിരിക്കും നമുക്ക് എല്ലാവർക്കും. കഴുത്തിലാണെങ്കിൽ സെർവൈക്കൽ സ്പോണ്ടിലോസിസ് എന്നും നട്ടെല്ലിലാണെങ്കിൽ നടുവിൻ്റെ ഭാഗത്താണെങ്കിൽ ലംബാർ സ്പോണ്ടിലോസിസ് എന്നും പറയാറുണ്ട്. എന്താണ് സ്പോണ്ടിലോസിസ്? മറ്റൊന്നുമല്ല, നമ്മുടെ കശേരുക്കളിൽ ഇല്ലെങ്കിൽ നട്ടെല്ലിലെ അസ്ഥികളിൽ ഉണ്ടാകുന്ന തേയ്മാനത്തിനാണ് നമ്മൾ പറയുന്ന പേരാണ് സ്പോണ്ടിലോസിസ് എന്ന് പറയുന്നത്. ഇനി സ്പോണ്ടിലൈറ്റിസ്, സ്പോണ്ടിലോലിസിസ് അങ്ങനെ രണ്ടുമൂന്ന് വേറെ ഉണ്ട്, അത് പിന്നീട് നമുക്ക് പറയാം. സ്പോണ്ടിലോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേയ്മാനം, അതായത് നമ്മുടെ കശേരുക്കൾ പരസ്പരം കൂട്ടി ഉരസുന്നതിന് ഫലമായി തേയ്മാനം സംഭവിക്കുന്നതിനാണ് ഈ സ്പോണ്ടിലോസിസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്, നമ്മുടെ പ്രായം. നമ്മൾ പ്രായമാവും തോറും സ്വാഭാവികമായിട്ടുള്ള തേയ്മാനം മറ്റ് നമ്മുടെ മെഷീൻസിലൊക്കെ സംഭവിക്കുന്നത് ഏത് സന്ധികളിൽ സംഭവിക്കുന്നവർ തന്നെ നട്ടെല്ലിലെ സന്ധികളിൽ സംഭവിക്കാറുണ്ട്. അങ്ങനെ ഈ ഫേസിക് ജോയിൻറ്റുകൾ തമ്മിൽ കൂട്ടി ഉരസുകയും അത് തേയ്മാനം സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ പ്രായം കൊണ്ടുണ്ടാകുന്ന തേയ്മാനം അത് നോർമലി വരുന്നതാണ്. ഈ പ്രായം കൊണ്ട് മാത്രമല്ല തേയ്മാനം ഉണ്ടാകുന്നത്. പ്രായമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രായമായതുകൊണ്ട് വിധിയാണെന്ന് ആശ്വസിക്കേണ്ട കാര്യം. കാരണം പ്രായത്തിനും അതീതമായിട്ടായിരിക്കും പല ആൾക്കാരിലും കാണുന്ന തേയ്മാനം. അതിന് മറ്റു പല കാരണങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ പ്രായം കൊണ്ട് വരുന്നു. പിന്നെ വേറൊരു ഘടകം ജെനറ്റിക്സ് ആണ്. ഇപ്പം നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഇതുപോലൊരു സ്പൈൻ റിലേറ്റഡ് കംപ്ലയിൻസ് ഉള്ള ആൾക്കാരാണ്. അത് ഒത്തിരി അങ്ങ് പ്രൂവണല്ല എങ്കിൽ പോലും അതിനൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് തടയാൻ സാധിക്കുന്നതല്ല. എങ്കിൽ പോലും പ്രായമായതുകൊണ്ടോ അല്ലെങ്കിൽ ജെനറ്റിക്സ് കൊണ്ട് വരുന്ന കംപ്ലയിൻ്റ് ആണെന്ന് വെച്ച് നമ്മളതിനെ കീഴ്പ്പെടേണ്ട കാര്യമില്ല. നമുക്ക് അതിനെയൊക്കെ തടയാം. അതെങ്ങനെയാണെന്നുള്ള ഈ വീഡിയോ നമുക്ക് പിന്നീട് കാണാം. വീഡിയോ ലാസ്റ്റ് വരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് ഈ രണ്ട് കാരണങ്ങൾ മാത്രമല്ല, ഇത് കൂടാതെ മറ്റു പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് നമ്മുടെ പേശികളുടെ ബലക്ഷയം. അത് നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഭാഗമായിട്ടേക്കാം. പ്രധാനമായിട്ടും ലൈഫ് സ്റ്റൈൽ ഒരു വലിയ പ്രധാന ഘടകം. ഒരുപാട് ഇരുന്ന് ജോലി ചെയ്യുന്നവർ, ഭാരമെടുക്കുന്ന ആൾക്കാർ, ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ, ഇവരുടെ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും നട്ടെല്ലിലെ പേശികൾക്ക് ബലക്ഷയം സംഭവിക്കാം. ഇത് ഒരു ഘടകം. രണ്ടെന്ന് പറയുന്നത് നമ്മുടെ സ്പൈനിലെ ലിഗമെൻസിനുണ്ടാകുന്ന സ്റ്റിഫനിങ്. അതായത് നമ്മുടെ രണ്ട് അസ്ഥികൾ തമ്മിൽ കൂട്ടി ഘടിപ്പിച്ചിരിക്കുന്ന ഒരു വസ്തുവാണ് ലിഗമെൻ്റ് എന്ന് പറയുന്നത്. ഈ ലിഗമെൻറ്റും ഈ പറയുന്ന പോലെ തന്നെ നമ്മളുടെ ഉപയോഗക്കുറവ് കൊണ്ടോ, അതായത് ഇരുന്നൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും പ്രായാധിക്യം കൊണ്ടോ, രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ ഇത് സ്വാഭാവികമായിട്ട് തിക്കാവുകയും അതുവഴി സ്വാഭാവികമായിട്ട് ഈ നട്ടെല്ലിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ. അപ്പോൾ ലൈഫ് സ്റ്റൈലും ഈ പറഞ്ഞ ശരീരത്തിന് ഭാരം കൂടുക, ഒബിസിറ്റി ഒരു പ്രധാന ഘടകം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒരു പ്രധാന ഘടകമാണ്. പിന്നെ അതുപോലെ തന്നെ സ്മോക്കിംഗ്, പുകവലി ഭയങ്കരമായി തന്നെ അപകടം ഉണ്ടാകുന്ന കാര്യങ്ങൾ. പുകവലിക്കും ഓട്ടോമാറ്റിക്കലി ഈ സിഗരറ്റിനകത്ത് അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ എന്ന് പറയുന്ന ഘടകം നമ്മുടെ രക്തക്കുള്ളിലുള്ള രക്തോട്ടം കുറയുകയും അതൊരു ഡിസ്കുകളിലേക്കുള്ള രക്തോട്ടം കുറയുകയും സ്വാഭാവികമായിട്ടും ഡിസ്കിലും അതുപോലെ തന്നെയൊക്കെ ഈ തേയ്മാനം ഉണ്ടാക്കുന്ന ഒരു വലിയ പ്രധാന ഘടകമാണ്. ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സാണ് പ്രധാനമായിട്ടും ഈ തേയ്മാനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ തേയ്മാനം ഉണ്ടാക്കുന്നതിന് നമുക്ക് തടയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ തടയുന്നതിന് പ്രധാനമായിട്ട് വേണ്ടതെന്ന് പറയുന്നത് ഒന്ന്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ നമുക്ക് പ്രായം നമുക്ക് നിർത്താൻ പറ്റുന്നതല്ല. നമുക്ക് പ്രായമായിക്കൊണ്ടിരിക്കും. പക്ഷേ പ്രായമായി എന്ന് കരുതി നമ്മൾ ഈ പറഞ്ഞ പോലെ ആ പ്രായത്തിനനുസരിച്ച് നമുക്ക് വരുന്ന വൈഷമ്യങ്ങളെ തരണം ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ പേശികൾക്ക് ബലക്ഷയം സംഭവിക്കുകയാണെങ്കിൽ അത് ബലം വരാനുള്ള വ്യായാമങ്ങൾ ചെയ്യുക. ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് പുകവലിയും മറ്റൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതൊന്നും നിയന്ത്രിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ കുറേ കാര്യങ്ങൾ വഴി നമുക്കത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. ശരിക്കും എന്താണ് ഈ തേയുന്നത് അല്ലെങ്കിൽ തേയ്മാനം സംഭവിക്കുന്നത്? നമ്മൾ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് നമ്മുടെ അസ്ഥികൾ, നമ്മുടെ നട്ടെല്ലിലുള്ള 33 കശേരുക്കൾ. ഈ കശേരുക്കൾ പ്രധാനമായിട്ടും കൂടുതൽ മൊബിലിറ്റി ഉള്ളതെന്ന് പറയുന്നത് കഴുത്തിലും നടുവിൻ്റെ ഭാഗത്തുമാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ തെറ്റായ രീതിയിലുള്ള നമ്മൾ ജോലിയുടെ ഭാഗമായി കമ്പ്യൂട്ടർ ഉപയോഗിക്കുക, മൊബൈൽ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുക, വലിയ തലയാണ വെച്ച് കിടന്നുറങ്ങുക, തലയാണ ഇല്ലാതെ കിടന്നുറങ്ങുക. അപ്പോൾ ഇങ്ങനെ കഴുത്തിന് കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാവുക. ഈ പറഞ്ഞ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിക്കൊണ്ട് ഒരു നട്ടെല്ലിൽ വെയിറ്റ് വരാം, ഒരുപാട് ഭാരം ചുമക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ വയറിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഉള്ളിലുള്ള കോർ മസിൽസും അതുപോലെ തന്നെ നട്ടലിൻ്റെ പിന്നിലുള്ള നട്ടലിന് ചുറ്റുള്ള സ്പൈനൽ മസിൽസും ഇതിന് രണ്ടും ബലക്ഷയം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അസ്ഥികൾ പരസ്പരം അടുക്കി വരും. അപ്പോൾ രണ്ട് അസ്ഥികൾ അടുത്തടുത്ത് വരികയും ഇത് തമ്മിൽ കൂട്ടി ഉരസുകയും ചെയ്യും. കൂട്ടി ഉരസുമ്പോൾ ആ ഭാഗത്തുണ്ടാകുന്ന തേയ്മാനം ഉണ്ടാകുന്നതിനൊപ്പം തന്നെ ബോണി സ്പർ എന്ന് പറയുക, അല്ലെങ്കിൽ ഓസ്റ്റിയോഫൈറ്റ്സ് നമ്മൾ പറയാറുണ്ട്. ഓസ്റ്റിയോഫൈറ്റ് ബീക്കിംഗ്, അങ്ങനെ ചെറിയ കൂർത്ത് മുന്നകൾ ഉണ്ടാവുകയും അത് സ്റ്റെകളിലോ അല്ലെങ്കിൽ സുഷിന നാഡിയിലോ അല്ലെങ്കിൽ അതുവഴി പോകുന്ന ഞരമ്പുകളിലോ ഒക്കെ കൊണ്ടുപോകുമ്പോഴേക്കും മറ്റ് സിംറ്റംസ് ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ കശേരുക്കൾ പരസ്പരം അടുത്ത് വന്ന് ഒരഞ്ഞുണ്ടാകുന്നതിനാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പോണ്ടിലോസിസ് അല്ലെങ്കിൽ തേയ്മാനം എന്ന് പറയുന്നത്. ഇനി ഇതുകൊണ്ടുള്ള ലക്ഷണങ്ങൾ സ്വാഭാവികം നമുക്കറിയാവുന്ന തന്നെ നടുവിലാണെങ്കിൽ നടുവേദന തന്നെയാണ് നടുവിലുണ്ടാകുന്നത്. കഴുത്തിലാണെങ്കിൽ കഴുത്തിലെ വേദനയും. ഇനി അത് ഓട്ടോമാറ്റിക്കലി ഞരമ്പിലേക്ക് ഞെരുക്കുമ്പോഴത്തേക്കും കയ്യിലോട്ട്, കഴുത്തിലാണെങ്കിൽ കയ്യിലേക്കും, നടുവിലാണെങ്കിൽ കാലിലേക്കും പെയിൻ വരാം. ഇതിന് നമ്മൾ കാലിലേക്കാണെങ്കിൽ സയാറ്റിക്ക എന്നും കഴുത്തിലേക്കാണെങ്കിൽ നമ്മൾ സെർവൈക്കൽ റാഡിക്കുലോപ്പതി എന്നും പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സിംറ്റംസ് ഇത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും വരുന്ന സിംറ്റംസ്
സിംറ്റംസ്. പിന്നെ ഇതുപോലെ തന്നെ കയ്യിലേക്കും കാലിലേക്കും തരിപ്പ്, മരപ്പ്, സൂചി കൊണ്ട് കുത്തുന്ന പോലുള്ള ഫീലിംഗ്, ഇങ്ങനെ സെൻസേഷൻ കുറവുണ്ടാവുക, ഇതൊക്കെ മറ്റ് കുറേ ലക്ഷണങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ സ്പോണ്ടിലോസിസ് കാണിക്കുന്ന ലക്ഷണങ്ങൾ. ഇനി ഇത് നമുക്കിത് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. കറക്റ്റ് ചെയ്യാൻ നമുക്ക് രണ്ട് തരം. ഒന്ന് നോൺ സർജിക്കൽ, അത് സർജറി അല്ലാത്തൊരു മാർഗ്ഗങ്ങളും സർജിക്കൽ കറക്ഷനാണ്. നോൺ സർജിക്കൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഉള്ളത് തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിനോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പിയാണ്. ഫിസിയോതെറാപ്പി എന്തൊക്കെ ചെയ്യുന്ന വിഷയമായിട്ട് പറയാം. പിന്നെ നമുക്ക് മരുന്നുകളാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി, നീർക്കെട്ട് മാറാൻ വേണ്ടി ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇത്. പിന്നെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ബ്രേസസ്, കഴുത്തിൽ കോളർ, നടുവിൻ്റെ ഭാഗത്ത് ബെൽറ്റ്, അതൊക്കെ എപ്പോഴും ഉപയോഗിക്കാമെന്ന് ഉള്ളതല്ല. അതൊക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്നൊക്കെ ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷേ ഇതൊക്കെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള മെഷേഴ്സാണ്. ഇതൊക്കെ നമുക്ക് സർജറി ഇല്ലാതെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇനി സർജിക്കൽ കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഡീകംപ്രഷനാണ്. നമുക്ക് തള്ളി വരുന്ന ഡിസ്കിലെയോ അല്ലെങ്കിൽ ഇടയ്ക്ക് വരുന്ന എല്ലിനെയോ ലാമിനെക്ടമിയോ ഡിസ്കെക്ടമിയോ ചെയ്ത് മുറിച്ച് മാറ്റുക. അത് ഇല്ലെങ്കിൽ ഫ്യൂഷൻ, ഒരുപാട് തേഞ്ഞു പോയ ആൾക്കാരാണെങ്കിൽ പരസ്പരം മാറ്റി ടൈറ്റാനിക് കേജ് ഉപയോഗിച്ച് ഫ്യൂഷൻ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ ഇതൊക്കെ സർജിക്കൽ കറക്ഷൻ. ഇനി നമുക്ക് ഇതിൻ്റെ ഫിസിയോതെറാപ്പിയുടെ ഇമ്പോർട്ടൻസിലേക്ക് കടക്കാം. ഫിസിയോതെറാപ്പിക്ക് വളരെ വലിയൊരു പങ്കാണ് ലംബാർ സ്പോണ്ടിലോസിസ് അല്ലെങ്കിൽ സ്പോണ്ടിലോസിസ് എന്ന് പറയുന്ന കംപ്ലൈൻറ്റ്. അത് കഴുത്തിലായിക്കോട്ടെ, നടുവിലായിക്കോട്ടെ, സർവൈക്കലായാലും ലംബാർ ആയാലും നമുക്ക് ഈ പറഞ്ഞ മരുന്നുകളില്ലാതെ മാറ്റാം എന്നുള്ളത് മാത്രമല്ല ഇതിനകത്ത് ഇമ്പോർട്ടൻസ് പറയുന്നത്. നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമുക്കുണ്ടാവുന്ന രോഗകാരണത്തെ അവിടെ തടയുകയാണ്. തേയ്മാനം എന്തായാലും സംഭവിക്കും, പക്ഷേ ആ തേയ്മാനം സംഭവിച്ചു ഇനി കൂടുതൽ സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പങ്ക് ഫിസിയോതെറാപ്പിയുടെ. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് വ്യായാമം മാത്രമല്ല, വ്യായാമത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ കശേരികൾ അടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കശേരികൾ നമുക്ക് അകത്താൻ വേണ്ടിയുള്ള ഡീകംപ്രഷൻ തെറാപ്പി ഉണ്ട്. ഡീകംപ്രഷൻ തെറാപ്പിയോ സ്പൈനൽ ട്രാക്ഷൻ അങ്ങനെയുള്ള മൊഡാലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡീകംപ്രസ് ചെയ്യാം. കൈകൊണ്ടുള്ള മാനുവൽ തെറാപ്പി ഉണ്ട്. മാനുവൽ തെറാപ്പി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്പൈനൽ റൊട്ടേഷനും മറ്റുമൊക്കെ നഷ്ടപ്പെട്ട് ഓട്ടോമാറ്റിക്കലി ഫ്യൂസ്ഡ് ആയ ഒരു അവസ്ഥയിലായിരിക്കും ഈ കശേരികളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ആ സ്പൈനലിൻ്റെ പഴയ ആ ഒരു മൊബിലിറ്റി നമുക്ക് തിരിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ സ്പൈനൽ മാനിപ്പുലേഷൻ ചെയ്യാറുണ്ട്. അതുപോലെ സ്പൈനൽ റൈഡിങ്, അങ്ങനെ ഗ്ലൈഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇതിനോടൊപ്പം തന്നെ നട്ടലിന് ചുറ്റുമുള്ള പേശികൾക്കും അല്ലെങ്കിൽ പേശികൾക്ക് പുറത്തുള്ള മയോഫേഷ്യയൊക്കെ ഉള്ള മുറുക്കം വരുന്നതിന് അതിനെയൊക്കെ അയച്ചു വിടാൻ വേണ്ടിയുള്ള മയോഫേഷ്യൽ റിലീസ് എന്ന് പറയുന്ന മാനുവൽ തെറാപ്പി നമ്മൾ ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ ഇതിനോടനുബന്ധിച്ച് കയ്യിലേക്ക് തരിപ്പോ കാലിലേക്ക് സയാറ്റിക്കോ ഒക്കെ ഉള്ള ആർക്കാണെങ്കിൽ ന്യൂറോ മൊബിലൈസേഷൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ രോഗത്തെ തടയാനും അല്ലെങ്കിൽ ഇല്ലാതാക്കാനും ഒരു പരിധി വരെ ഫിസിയോതെറാപ്പിക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വ്യായാമത്തിലേക്ക് പോകുന്നത്. വ്യായാമത്തിന് വലിയ പങ്കാണ്. വ്യായാമം നമുക്ക് ആദ്യത്തെ ഘട്ടങ്ങളിൽ ഈ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം കൊടുക്കുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഞരമ്പ് ഫ്രീ ആക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ തള്ളിയ ഡിസ്കുള്ളിലേക്ക് കയറ്റാൻ വേണ്ടിയൊക്കെ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും. പക്ഷേ പിന്നീട് ഇനി മേലിൽ ഈ തേയ്മാനം കൂടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വ്യായാമം കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ബെൽറ്റോ കോളറോ ഉപയോഗിക്കുമ്പോൾ വലിയ അധികമായ വേദനയൊക്കെ ഉള്ള സമയത്ത് മാത്രമേ അത് ഉപയോഗിക്കൂ. സ്ഥിരമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിലെ പേശികളും നടുവിൻ്റെ പേശികളും ചെയ്യേണ്ട ജോലിക്ക് പകരം ഈ ബെൽറ്റും കോളറും ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി തന്നെ നമ്മുടെ പേശികൾക്ക് ബലക്ഷയമുണ്ട്. പിന്നീട് ഈ കോളറും ബെൽറ്റും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പേശികൾ വീണ്ടും ബലക്ഷയം സംഭവിക്കത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ അസുഖം ഒരിക്കലും മാറത്തില്ല എന്ന് മാത്രമല്ല, ജീവിതകാലം മുഴുവൻ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇത് ഇട്ടുകൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ആ വലിയ വേദനയൊക്കെ ഉള്ള സമയത്ത് മാത്രം ഉപയോഗിച്ചിട്ട് 1-2 ആഴ്ചയ്ക്കുള്ളിൽ ഇത് മാറ്റി ഈ വേദനയും മറ്റൊക്കെ ഫിസിയോതെറാപ്പിയോട് മറ്റ് മൊഡാലിറ്റികൾ ചെയ്ത് ഭേദപ്പെടുത്തിയതിന് ശേഷം ഈ സ്ട്രെങ്തനിങ് വ്യായാമത്തിലേക്ക് വേണം പോകാൻ. അപ്പോൾ ഇതൊക്കെ ശേഷം ഈ വ്യായാമം ഞാൻ നേരത്തെ പല വീഡിയോകളിലും പറയാറുള്ള പോലെ തന്നെ വളരെ നിസ്സാരമായ വ്യായാമങ്ങളേ ഉള്ളൂ. ഏത് പ്രായക്കാർക്കും എപ്പം വേണ്ടി ചെയ്യാവുന്ന വ്യായാമങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള വ്യായാമങ്ങൾ അതിനുശേഷം വേണം നമ്മൾ വീട്ടിൽ തന്നെ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യാവുന്നതാണ്. ചെയ്ത് കഴുത്തിന് ചുറ്റുള്ള പേശികളാണെങ്കിൽ കഴുത്തിന് ബലം വരുത്തണം, നടുവിന് ചുറ്റുള്ള പേശികളാണെങ്കിൽ നടുവിന് ബലം വരുത്തത്തക്ക രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യണം. വ്യായാമം എന്ന് പറയുമ്പോൾ അതും ഞാൻ നേരത്തെ പറഞ്ഞ് ശ്രദ്ധിക്കുക. ഞാൻ ദിവസം ജിമ്മിൽ പോകുന്നുണ്ട്, ഞാൻ രാവിലെ 2 കിലോമീറ്റർ നടക്കാൻ പോകുന്നുണ്ട്, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്ന വ്യായാമം. നമ്മുടെ കഴുത്തിന് ചുറ്റുമാണെങ്കിൽ ആ പേശികൾക്ക് ബലം വരാനും നടുവിന് ചുറ്റുമാണെങ്കിൽ ആ പേശികൾക്ക് ബലം വരാൻ വേണ്ടിയുള്ള വ്യായാമങ്ങൾ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഫിസിയോതെറാപ്പി സ്പോണ്ടിലോസിസ് എന്ന് പറയുന്ന കണ്ടീഷനെ വളരെ വലിയ പരിധി വരെ തടയാനും അത് ഉള്ള അവസ്ഥ കൂടാതിരിക്കാനും നമുക്കുള്ള ലക്ഷണങ്ങളെല്ലാം തന്നെ മരുന്നുകളോ ഇല്ലാതെ അല്ലെങ്കിൽ സർജറി ഇല്ലാതെ തന്നെ തടയാനും സാധിക്കും. ഇനി ഇതിന് നമുക്ക് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട വ്യായാമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അത്യാവശ്യം വീട്ടിൽ തന്നെ ചെയ്യാം. എപ്പോഴും ഞാൻ പറയാറുള്ളത് നമുക്ക് നല്ല സിവിയറായ കംപ്ലയിൻസ് ഉണ്ട്. സിവിയറായിട്ട് കാലിലേക്ക് സയാറ്റിക്ക പോലെ വരുന്നുണ്ട്, കൈക്ക് തരിപ്പ് വരുന്നുണ്ട്, മരപ്പ് വരുന്നുണ്ട്. ഇങ്ങനെയുണ്ടെങ്കിൽ നിർബന്ധമായി നിങ്ങൾ ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടതിന് ശേഷം മാത്രം വ്യായാമം ചെയ്യുക. എങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയ നടുവേദനയൊക്കെ ഉള്ളൂ, സഹിക്കാവുന്നേ ഉള്ളൂ. നമുക്ക് അങ്ങോട്ട് ഒരു ഫ്ലെക്സിബിലിറ്റി കുറവുണ്ട്, കുനിഞ്ഞെടുത്ത് നൂരാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളെങ്കിൽ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം.
ഇപ്പം സ്പോണ്ടിലോസിസ് അഥവാ തേയ്മാനം, നട്ടെല്ലുണ്ടാകുന്ന തേയ്മാനം എന്താണെന്ന് ഏകദേശം അത് മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. അതിന് ഉണ്ടാകുന്ന കാരണങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന ലക്ഷണങ്ങളും അത് എങ്ങനെയൊക്കെ തടയാമെന്നുള്ള ചികിത്സാ ഭാഗവും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് തോന്നുമെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. മറ്റുള്ള വീഡിയോസ് വീണ്ടും കാണുന്നതിന് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ മറ്റുടൻ തന്നെ കാണാം. അതുവരേക്കും ബൈ.